ഞാനിപ്പോൾ നിൽക്കുന്നത് സൂര്യകാന്തി എന്ന് പറയുന്ന വേദിയുടെ മുമ്പിലാണെന്ന് ആദ്യമേ പറഞ്ഞല്ലോ. അപ്പൊ ഞങ്ങളുടെ കയ്യിലും ഒരു സൂര്യകാന്തി ഉണ്ട്. ഇതാണ് സൂര്യ. ഞങ്ങളുടെ സൂര്യകാന്തിയാണ് സൂര്യ. സൂര്യകാന്തി വിടരുന്നത് പോലെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഇന്നത്തെ ഒരു പ്രഭാതം. കാരണം ഞങ്ങളെ ബാക്കിൽ നിന്ന് നിയന്ത്രിക്കുന്ന ലിജോയുടെ ഏറ്റവും വലം കൈയായിട്ട് പ്രവർത്തിക്കുന്ന സൂര്യയാണ്. സൂര്യ, എങ്ങനെയാണ് കലോത്സവത്തെ ഈ 5 ദിവസം എങ്ങനെ നിയന്ത്രിച്ചു പോകാമെന്നാണ് മനസ്സിലാക്കുന്നത്? ഞാൻ ഇതുവരെ പൂരം കണ്ടിട്ടില്ല. അപ്പം ഇവിടെ വന്നപ്പോൾ മുതൽ ഒരു മിനി പൂരം കാണുന്ന ഒരു ഫീലാണ്. പിന്നെ ഒരു 10 വയസ്സ്, 5 വയസ്സെന്ന് പറയുന്ന വിചാരിച്ചേ, പിന്നെ ഒരു 10 വയസ്സ് ബാക്കോട്ട് അങ്ങ് പോയി. ഇപ്പം പിള്ളേരുടെ കൂടെ പിള്ളേരെ വൈബും പിടിച്ച് അങ്ങനെ പോവാം. അപ്പം പിന്നെ നമ്മുടെ ടീമും സെറ്റാണ്, കളറാണ്, പവറാണ്. പിള്ളേർക്ക് മാത്രമല്ല വൈബ്, ഈ 60+ഉം 70+ ഒക്കെ വൈബ് അടിക്കുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളുടെ വൈബ് മാത്രമല്ല, വലിയവർക്കും അതിലേറെ വൈബുണ്ട്. കാരണം ഇതെല്ലാം കണ്ടു വളർന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അവരുടെ ഒരു എക്സ്പീരിയൻസും വൈബൊക്കെ വേറെ തന്നെ ആയിരിക്കുമല്ലോ. എന്തായാലും നമുക്ക് ഇപ്പോൾ ഉള്ളത് അനഘ പ്രസാദാണ്, ഒരു കൊച്ചു പിടിക്കുകയാണ്. എന്താണ് അനഘ, ഇന്ന് എന്തൊക്കെ ഐറ്റംസിലാണ് ഉള്ളത്? ഇന്ന് അഷ്ടപതി മാപ്പിളപ്പാട്ടുണ്ട്. അനഘയുടെ നാട് എവിടെയാ? എൻ്റെ നാട് തൃശ്ശൂർ തിരുവല്ലാമലയാണ്. ഞാൻ പഠിക്കണത് ആലത്തൂർ VSS ഗുരുകുലത്തിലാണ്. നമുക്ക് വേണ്ടിയിട്ട് ഇന്നിപ്പോൾ എന്താ ഒരു ഐറ്റം തരാൻ പറ്റുന്നത്? മാപ്പിളപ്പാട്ട്. മാപ്പിളപ്പാട്ട്. എന്നാ ഒരു മാപ്പിളപ്പാട്ടി തുടങ്ങാം നമുക്കല്ലേ? ഇടയിന്ന് മകനാൻ എണ്ടൂരത്തവനിൽ ചെണ്ടാർ എതിർത്തിട്ട് റഷീദുൽ അൻസ്വാരിൽ ഫാരിസി വിധത്തിനിലുരത്തിനയാകും നേർവശി മതത്തുടെ ഫാരിസി ഗുലാമതാമശി ഇതിനാനി പൂട്ടിക്കെണ്ട് ചോറുള്ളറുബാൽ ഇതിനാനി പൂട്ടിക്കെണ്ട് ചോറുള്ളറുബാൽ പിരടിയും ഇട്ടട ചട്ടയും മറ്റുടൻ ദുഷ്ടനും ഇട്ടട ചട്ടയും മറ്റുടൻ ദുഷ്ടനും പെട്ടളവിൽ ഇടയിന്ന് ഊവനിൻ്റെ മകനാൻ എണ്ടൂരത്തവനിൽ. ഇനി അടുത്തുള്ളത് അഷ്ടപതിയും കൂടെ കേൾക്കാൻ തോന്നുന്നു അല്ലേ? അഷ്ടപതി ഒരു എങ്ങനെയാ, വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ടോ ഇത് കലോത്സവം കാണാനൊക്കെ? കുടുംബക്കാർ വന്നിട്ടുണ്ട്. പിന്നെ അമ്മയാണ് ഇപ്പം എൻ്റെ കൂടെ ഉള്ളത്. ഇത് ആദ്യത്തെ കലോത്സവമാണോ? അല്ലല്ല, ഞാൻ 4ാം ക്ലാസ് മുതൽ പങ്കെടുക്കുന്നുണ്ട്. 4ാം ക്ലാസ് മുതൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ 8ാം ക്ലാസ്. ഒരാൾ അവിടെ ബാക്കിൽ നിന്ന് പറയുന്നുണ്ട് പാലക്കാടാണ്. പാലക്കാടിനെ പ്രതിനിധീകരിച്ചാണ്. അതെ പാലക്കാട്. അപ്പോൾ അഷ്ടപതി കൂടി നമുക്കൊന്ന് കേൾക്കാൻ തോന്നുന്നു അല്ലേ? ഇതാണ് അഷ്ടപതി അല്ലേ? ഓക്കെ ഓക്കെ, ശരി. ഇത് ഇതിന്റെ താളം പിടിക്കുന്നതാണ്. സോറി. ഓക്കെ, ശരി. എനിക്ക് ഇതിനെ പറ്റി വലിയ ധാരണയില്ല, അതുകൊണ്ടാണ്. ഓക്കെ, തുടങ്ങിക്കോ. വേദാൻ ഉദ്ധരത്തെ ജഗന്ദിവഹത്തെ ഭൂഗോളം ഉദ്വിഭ്രത്തെ ദൈത്യം ധാരയത്തെ ബലിം ഛലയത്തെ ക്ഷത്രക്ഷയം കുർവത്തെ പൗലസ്ത്യം ജയത്തെ ഹലം കലയത്തെ കാരുണ്യം ആതന്വത്തെ മ്ലേച്ഛാൻ മൂർച്ഛയത്തെ ദശാകൃതി കൃത്തെ കൃഷ്ണായ തുഭ്യം നമഃ. ശ്രുതകമലാകുചമണ്ഡല ധൃതകുണ്ഡല ശ്രുതകമലാകുചമണ്ഡല ധൃതകുണ്ഡല കലിതാലളിത വനമാല കൃഷ്ണ ജയ ജയ ദേവാ ഹരേ ഹരേ കൃഷ്ണ ജയ ജയ ദേവാ ഹരേ ഹരേ കൃഷ്ണ ജയ ജയ ദേവാ ഹരേ. വളരെ അടിപൊളിയായിരിക്കുന്നു. ഇനി എന്നാ മത്സരങ്ങൾ എന്തൊക്കെയാണ്? ഇന്നുണ്ട്, പിന്നെ 16, 17 അഷ്ടപതി എന്നാണ്. പിന്നെ 16-നും 17-നും.
ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും, സമ്മാനമൊക്കെ മേടിച്ച് തിരിച്ചു പോകാൻ കഴിയട്ടെ അല്ലേ. പാലക്കാടിന് കപ്പ് കിട്ടട്ടെ എന്നും അല്ലേ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, ഞങ്ങൾ അങ്ങനെ പറയുന്നില്ല, പക്ഷെ എന്തായാലും ആഗ്രഹം പോലെയൊക്കെ നടക്കട്ടെ. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്ന നേരത്തെ മന്ത്രി പറഞ്ഞ പോലെ ഈ കൊടിമരത്തിന് മുമ്പിലാണ്. ഈ കൊടിമരം ഒന്ന് കാണിക്കാൻ തോന്നൂലേ, കാരണം അത് വളരെ മനോഹരമായിട്ടാണ്, ഒരു വീണയും ബ്രഷും ചേർന്നാണ്. അത് 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ആ ഒരു അക്കം കാണിക്കാനാണ് ആ ഓരോ രാഗങ്ങളും ഉള്ളത്. ഓരോ രാഗങ്ങളും 64 സ്വരങ്ങളാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ളത് നമ്മൾ സ്ഥിരം കാണാത്ത പോലൊരു കൊടിമരാണ് അല്ലേ ലിജോ വർഗീസ് അല്ലേ? ലിജോ ഇങ്ങനെ മാറി നടക്കുകയാണ്. ലിജോ ഇങ്ങനെ പിന്നിൽ നിന്നുകൊണ്ട് അന്നേരമൊക്കെ ചിന്തിക്കുന്നതുകൊണ്ടാണ്. ഇത് പറഞ്ഞ പോലെ തന്നെ 64 ഇതിലൊരു ബ്രഷ് കാണാം. ഇതൊരു താഴേക്കുള്ളതൊരു ബ്രഷാണ്. അതുപോലെ തന്നെ മണികൾ, ചിലങ്ക അതിൻ്റെ മണികൾ അതിൻ്റെ അകത്ത് ഉണ്ട്. ഇതിലൊരു പെണ്ണുണ്ട്, മുകളിലേക്ക് എവിടെയൊക്കെ ഒരു പെണ്ണുണ്ട്. വീണ അത് ആ 64 അക്കം എഴുതുന്നത് പോലെയാണ് ബാക്കിയെല്ലാം ചെയ്തിരിക്കുന്നത്. കാലടിയിൽ നിന്നുള്ള ഒരു കാലടി സർവകലാശാലയിലെ അധ്യാപകനാണെന്ന് തോന്നുന്നു, അദ്ദേഹമാണിത് ചെയ്തത്. അപ്പം അതിനങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിട്ടുണ്ട്. ഇത് മുളപ്പിച്ച് വെച്ചിരിക്കുന്നത് നെല്ലാണ്. അത് നെല്ല് മൺചട്ടിയിൽ നേരത്തെ വെച്ച് മുളപ്പിച്ചാണ്. കതിരുള്ള നെല്ലുണ്ട്, വാഴ കുലച്ച അത് പിന്നെ പക്ഷേ വെട്ടി വെച്ചേക്കുന്നത്, മറ്റേത് തന്നെ അങ്ങനെ ചെയ്തതാണ് തോന്നുന്നു. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും വ്യത്യസ്തമാണ്. തൃശ്ശൂർ എന്നെ സംബന്ധിച്ച് ഞാനൊരു 3 വർഷം ജോലി ചെയ്ത സ്ഥലമാണ്. 3, 4, 5 പൂരം റിപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട് ഇവിടെ. തൃശ്ശൂർ ഈ വടക്കുനാഥൻ ക്ഷേത്രത്തിന് ചുറ്റുവട്ടവും നടക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ നമ്മളത് ഇവിടെ വരുമ്പോഴും നമ്മൾ രാവിലെയൊക്കെ നടക്കാം. അപ്പോൾ ഭയങ്കര ഇഷ്ടമുള്ളൊരു നാടാണ്. ഇവിടെ കലാപ്രേമികളാണ് ഇവർക്കൊക്കെ ഒരു രഥമുണ്ട്, ഇവരുടെ ഭാഷയ്ക്ക് രഥമുണ്ട്. മൊത്തത്തിൽ ഇവരൊരു ഭയങ്കര റിതമിക്കായിട്ടുള്ള മനുഷ്യരാണ് ഇവിടെയുള്ളവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിവിടെ ഈ കലോത്സവം വലിയ പൂരമാക്കി അവർ മാറ്റും. ആളുകളെല്ലാം വരും. ഇന്ന് ഫസ്റ്റ് അതിന് തന്നെ വേറൊരു കാര്യം, വിദ്യാഭ്യാസ വകുപ്പ് ചെയ്തൊരു പരിപാടി ആദ്യ ദിവസം തന്നെ, സാധാരണ സംഘനൃത്തം അവസാന ദിവസമാണ്, പക്ഷേ ഇന്ന് ആദ്യ ദിവസം തന്നെ സംഘനൃത്തമുണ്ട്. അതായത് ആളുകൾ ആദ്യ ദിവസം തന്നെ എത്തിക്കുക. അതായത് ഒരു മാസ് എൻട്രി ഒക്കെ ഉണ്ടാകും. മറ്റേ സിനിമ മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ പടം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അതിനൊരു എൻട്രിയും ഹൈപ്പൊക്കെ കൊടുത്ത് ആ തരത്തിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആളുകളൊക്കെ വരും. വലിയ തരത്തിൽ ന്യൂസ് മലയാളം ആ തരത്തിലുണ്ട്. നമ്മൾ കൂടുതൽ നല്ല നല്ല സ്റ്റോറികളുമായി ഇനിയും വരും എന്നാണ്. ഒരു പാട്ടൊക്കെ പാടിയോ എല്ലാവരും കൂടെ നിന്നിട്ട് ലിജോ വർഗീസിനെ കൊണ്ട് 2 പാട്ടൊക്കെ പഠിപ്പിക്കേ. സേതു വീണ്ടും ആവശ്യപ്പെടുന്നുണ്ട്, ഒരു പാട്ടൊക്കെ പാടി കളറാക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ കൂടിയിട്ടൊരു അടിപൊളി പാട്ടൊക്കെ പാടി നമ്മളൊന്ന് നമ്മുടെ ന്യൂസ് മലയാളത്തിൻ്റെ വരവറിയിക്കണം. കാരണം ഇന്നലെ വിളംബര ജാഥ ഉണ്ടായിരുന്നു. തൃശ്ശൂർ ജില്ലയുടെ കുട്ടികൾ വിളംബര ജാഥ നടത്തിയതാണ്. അപ്പോൾ നമ്മളൊരു വിളംബര പാട്ട് നടത്താൻ പോവാണ്. അയ്യോ, നിങ്ങളെല്ലാവരും കൂടെ കൂടിയല്ല നമ്മൾ പാടുന്നത്. ഏതൊരു പാട്ട് പാടുക? ഞാൻ പെട്ടെന്ന് ഓർത്ത്. ഞങ്ങൾ ബാക്കിൽ സപ്പോർട്ടാണ്. ലിജോ ചേട്ടനാണ് പാടുന്നത്. പാട്ട് ഞാൻ പിന്നെ പാടാം. ഇത് എല്ലാ ദിവസവും രാവിലെ ഉണ്ടല്ലോ സേതു, ഞങ്ങളിങ്ങനെ ഓരോ ദിവസം പാട്ട്. ഇപ്പൊ നമ്മുടെ അശ്വതിയുടെ വീട് അവിടെ 10-20 മിനിറ്റ് മതി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫുഡിന്റെ കാര്യമൊക്കെ സെറ്റ് ആയല്ലേ? അതെ, അശ്വതിയുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ അശ്വതി വിളിച്ചോ പറഞ്ഞിട്ടുണ്ട്. വിളിച്ചു. ഓക്കെ. ഇല്ല, അശ്വതി വിളിക്കല്ലോ, നമ്മളങ്ങ് ചെല്ലല്ലേ, നമ്മളിവിടെ അതിഥികളല്ലേ. ഓക്കേടാ, ശരി. അപ്പോൾ വീണ്ടും വരാം ഭാവനയുടെ വേദിയിലേക്ക്, വിശേഷങ്ങളിലേക്ക്.